ഹായ്, നമസ്കാരം. വി അരുളാണ്. മോർണിംഗ് പൊളിറ്റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഏഷ്യാനെറ്റിലെ ഉണ്ണി ബാലകൃഷ്ണനെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തെക്കുറിച്ച് എന്ത് അഭിപ്രായം പറയാൻ പോകുന്നു എന്നുള്ളതല്ലേ. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ ഏഷ്യാനെറ്റിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തുന്നത്, മിക്ക ദിവസവും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിക്കാറുള്ള ആളാണ്, വീക്ഷിക്കാറുള്ള ആളാണ്. ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ, പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ ഏകദേശം നല്ല പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ രാഷ്ട്രീയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിനെ ചില കാര്യങ്ങളിലൊക്കെ പിന്തുണയ്ക്കാൻ തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിലിരുന്ന് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലിന് സമാനമായിട്ട് കടന്നു പോവുകയും മുൻപുണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വിശ്വാസം തോന്നി. ആ വിശ്വാസ്യത പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം ചൂഷണം ചെയ്യുന്നു എന്ന് പറയേണ്ടി വരികയാണ്. അങ്ങനെ പറയാനുള്ള കാര്യം, ഈ അടുത്ത കാലത്താണ് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് പൊടുന്നനെ ഒരു സാധാരണ ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരാൾ റിലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 മാസത്തെ നോട്ടീസ് പീരീഡൊക്കെ നിൽക്കേണ്ടതാണ്. അങ്ങനെ പോലും ഇല്ലാതെ രാഖി രാമാനം ഏഷ്യാനെറ്റ് അദ്ദേഹത്തെ ഈ മൂടോടെ പിഴുതുകൊണ്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. എന്തിനായിരിക്കും അദ്ദേഹം പോയിട്ടുള്ളത്? സംഘപരിവാർ രാഷ്ട്രീയത്തെ ശക്തമായി എതിർക്കുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയും അതിനെ സംബന്ധിച്ച് എപ്പോഴും വാചാലനാകുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണി ബാലകൃഷ്ണൻ. അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും ഈ സംഘപരിവാറിനെതിരെ വിമർശിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ തന്നെ നടത്തുന്ന ചാനലിലേക്ക് പോയതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു പിടിയും കിട്ടിയില്ല. കാര്യം ഇത്രമാത്രം സംഘപരിവാർ വിരുദ്ധനായിട്ട് അദ്ദേഹം നിലപാടുകൾ പറയുന്ന വ്യക്തി എന്തിനാണ് അവിടെ പോയെന്നുള്ള ചോദ്യത്തെ കഴിഞ്ഞ കുറച്ചു കാലത്തെ അദ്ദേഹത്തിൻ്റെ ഈ സർജിക്കൽ സ്ട്രൈക്ക് പരിപാടി കണ്ടപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടു. അതായത് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, അദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖർ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം. കാര്യം അദ്ദേഹം റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ രാഷ്ട്രീയം കോൺഗ്രസ് അനുകൂല രാഷ്ട്രീയമാണ്. അതൊരു സംശയമില്ലാത്ത, അതിൽ സംശയമന്യേ അദ്ദേഹം നിഷ്പക്ഷത ചമയാൻ ശ്രമിച്ചാലും, ഞാൻ നിഷ്പക്ഷനാണെന്ന് അദ്ദേഹം വാക്കാൽ സമർത്ഥിക്കാൻ ശ്രമിച്ചാലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ചില കാര്യങ്ങളൊന്നും ആർക്കും ആരടുത്തും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അത് വിലയിരുത്താനായിട്ട് സമൂഹത്തിന് ശേഷി ഉണ്ടാകും. എന്നിട്ടും കൈയോടെ പിടിക്കപ്പെടുമ്പോൾ അങ്ങനെയല്ല, ഞാൻ നിഷ്പക്ഷതയുടെ മൂടുപടമെടുത്ത് അണിയുന്നുണ്ടെങ്കിൽ അദ്ദേഹം അണിഞ്ഞോട്ടെ. പക്ഷേ അദ്ദേഹത്തെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിലയിരുത്തുന്ന എന്താണ്, അദ്ദേഹം അപ്രതീക്ഷിതമായിട്ടും ഇങ്ങനെ BJPയുടെ ഭാഗമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനലിൽ പോയി വലിയ ശമ്പളത്തിൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: ലെഫ്റ്റിനെ ഇല്ലായ്മ ചെയ്യുക, അതിലൂടെ വേണമെങ്കിൽ കോൺഗ്രസിനെ വളർത്തിക്കോളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം എന്ന് പറയേണ്ടി വരികയാണ്. ഇത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ കേരളത്തിലെ ലെഫ്റ്റ് പൊളിറ്റിക്സിനെ വാനിഷ് ചെയ്യാൻ വേണ്ടി ഈ പ്ലാറ്റ്ഫോം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് കോൺഗ്രസ് ചെയ്യുന്ന കൊള്ളരുതായ്മകളെ എല്ലാത്തിനും അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ്. ഇടതുപക്ഷത്തിനെതിരെ നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും കോൺഗ്രസ്സുകാരും ചില മാധ്യമപ്രവർത്തകരും VD സതീശനൊക്കെ പറയുന്ന കാര്യങ്ങൾ കോൺഗ്രസിന് വേണ്ടി ഏഷ്യാനെറ്റ് എന്ന സംഘപരിവാർ ചാനലിനകത്ത് കയറി അദ്ദേഹം പറയുകയും ആ വ്യൂവർഷിപ്പിനെ നിർത്തുകയും അതിലൂടെ ഹിഡൻ അജണ്ടയായിട്ട് ഇവിടെ നിലനിൽക്കുന്ന, ഇവിടുത്തെ മതേതരത്വത്തിന് ഏറ്റവും വലിയ പ്രതിരോധമായി നിൽക്കുന്ന ഇടത് പൊളിറ്റിക്സിനെ ഇല്ലാതാക്കാൻ RSSകാർ കൊപ്പം ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടിന് ഒരു കാലത്ത് നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും. നിങ്ങൾക്ക് കോൺഗ്രസ് വളരണമെന്ന് ആഗ്രഹിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അത് കോൺഗ്രസിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പറയാതെ BJPക്ക് സംഘപരിവാറിനും RSSനും വേണ്ടി ഒരു നാവായി നിൽക്കുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ മുൻകാലങ്ങളിൽ ചെയ്ത സവർക്കർ മനോഭാവത്തിൻ്റെ ഒരു തിരിശേഷിപ്പായിട്ട് മാത്രമേ നിങ്ങളെ കാണാൻ പറ്റുള്ളൂ. നേരത്തെയൊക്കെ നിങ്ങളെ വളരെ ആദരപൂർവ്വം ഒരു മാധ്യമപ്രവർത്തകനായി കണ്ടിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇന്ന് നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാട്, നിങ്ങൾ വസ്തുതയായി പറയാൻ തയ്യാറാകുന്നില്ല. ഏത് വിഷയത്തെയും സതീശനും കോൺഗ്രസ്സുകാരും ഇല്ലാത്ത കഥ മെനയുന്നത് എങ്ങനെയാണോ, അല്ലെങ്കിൽ നട്ടാൽ കുരുക്കാത്ത നുണകൾ നിങ്ങളുടെ ഭാവനയിൽ നിന്ന് എങ്ങനെയാണോ ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ സൃഷ്ടിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ RSSകാർ സൃഷ്ടിച്ചെടുക്കുന്ന അതേ രീതിയിൽ നിങ്ങളുടെ ജേർണലിസം ടാലന്റിനെ നിങ്ങൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി എന്നുള്ളത് നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ചരിത്ര കാലത്തിനോട് ചെയ്ത ഏറ്റവും വലിയ അനീതിയായി അടയാളപ്പെടുത്താൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കും കാലം അടയാളപ്പെടുത്താൻ പോകുന്നത്. ആ നിലയ്ക്ക് കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷേ അത് സംഘപരിവാറിന്റെ തണലിൽ നിന്നുകൊണ്ട് സംഘപരിവാറും കൂടി കോൺഗ്രസിനൊപ്പം വളർന്നോട്ടെ, ഇടതുപക്ഷം തകരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജോലിയിലേക്ക് നിങ്ങൾ പോയെങ്കിൽ അതൊരു വിടുപണിക്ക് തുല്യമാണെന്ന് ഞാൻ വിലയിരുത്തുകയാണ്. ഇന്നത്തെ നിങ്ങളുടെ
ആ പോരാട്ടം പരിപാടിയുടെ ഈ സർജിക്കൽ സ്ട്രൈക്കിലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊരു ബാലൻസിംഗ് ആണ് നിങ്ങൾ ഈ പറയുന്ന NDAക്ക് വേണ്ടിയും കോൺഗ്രസിന് വേണ്ടിയൊക്കെ നടത്തിയത്. നിങ്ങൾ ചെയ്തത് ഈ കാലഘട്ടത്തിൽ കേരളം പോലൊരു മതേതര സ്റ്റേറ്റിനെ സംഘപരിവാറിന്റെ ആലയത്തിൽ നിന്നുകൊണ്ട്, അവരുടെ തൊഴുത്തിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി സംസാരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെയും നശിപ്പിക്കാനും മറ്റ് രണ്ട് സംഘടന വളർത്താൻ വേണ്ടി ചെയ്ത നിങ്ങളുടെ ഈ വിടുപണി പ്രവർത്തനം കാലം അടയാളപ്പെടുത്താൻ പോകുന്നത് ഏത് രീതിയിലാണ് നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങളുടെ ടാലന്റ് കൊണ്ട് നിങ്ങൾ മാധ്യമപ്രവർത്തന മേഖലയിൽ അടയാളപ്പെടുത്തേണ്ടിയിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക്, പക്ഷേ നിങ്ങളുടെ നിലപാടുകൾ കൊണ്ടും നിങ്ങളുടെ ഉള്ളിലെ ആ സാമ്പത്തിക താല്പര്യവും അല്ലെങ്കിൽ ഇടത് വിരുദ്ധ മനോഭാവവും കൊണ്ട് നിങ്ങൾ മാധ്യമ മേഖലയിലെ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെടാൻ പോകുന്ന വ്യക്തിയായി മാറിക്കഴിഞ്ഞു എന്ന് നിങ്ങളെ കാലം പഠിപ്പിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. അത്രമാത്രം ദ്രോഹകരമായിട്ടുള്ള നിലപാടുകളാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നട്ടാൽ കുരുക്കാത്ത നുണയെന്നോണം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ ഈ RSSന്റെയും സംഘപരിവാറിന്റെയും പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ നാടിനോട് വിളിച്ചു പറഞ്ഞു എന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ്.